കണ്ടോ ഗൈസ്? നിങ്ങളിത് കണ്ടോ ഗൈസ്? നിങ്ങൾ പറയൂ ഇത് എങ്ങനെയാണ്? നാട്ടിലെ പൂച്ചയെ നമ്മൾ അടിക്കും, UK പൂച്ചയെ നമ്മൾ അടിക്കുവോ? അടിക്കത്തില്ല, ആരും അറിയത്തില്ല. ഞങ്ങൾ വെറുതെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. ഞാൻ കാണിച്ചു തരാം അവരെ. അഥവാ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയാൽ അവരാണെന്ന്. മമ്മിക്ക് ഇപ്പോഴും അറിയത്തില്ല നമ്മൾ ഫോൺ മേടിക്കാനാ വന്നേന്ന്. മമ്മിക്ക് അറിയത്തില്ല. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓടിക്കോ, ഞങ്ങൾ ഓടുവാണ് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് മമ്മിയുടെ ബർത്ത്ഡേ ആട്ടോ. ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനും ഇച്ചായനും മമ്മിയും പപ്പയായിട്ട് പാക്കുട്ടിയായിട്ട് ഞങ്ങളൊന്ന് പുറത്തു പോവാം. മമ്മിക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇതൊക്കെയല്ലേ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. അപ്പം മമ്മിക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് പോകാമെന്ന് പറയുമ്പോൾ മമ്മീനെ പപ്പാനെ വിളിച്ചു. അങ്ങനെ മമ്മിയും പപ്പയും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം മമ്മിക്ക് അറിയത്തില്ല. മമ്മി വിചാരിച്ച് ചുമ്മാ പുറത്ത് പോകുന്ന രീതിയിൽ ഇറങ്ങുവാന്നാണ് വിചാരിച്ചത്. മമ്മിക്ക് അറിയത്തില്ല ഇതുവരെ സർപ്രൈസിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയെന്ന്. അപ്പം നമ്മൾ മമ്മിക്കൊരു ഫോൺ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. മമ്മിയുടെ ഫോൺ കുറച്ച് ചീത്തയായി, അതുകൊണ്ട് മമ്മിക്കൊരു ഫോൺ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കടയിൽ പോവുക. കടയിൽ പോയിട്ട് എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു സംഭവം വേണം. അപ്പോൾ അത് മേടിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ആ കടയിൽ പോകുന്നത്. നമുക്ക് അറിയത്തില്ല ഫോൺ എടുക്കാൻ പോവുകയാണെന്ന്. ഞങ്ങളത് എടുക്കാനുള്ള രീതിയിലാണ് പോകുന്നത്. പോയിട്ട് മമ്മി എടുത്ത് ഏത് ഫോൺ വേണമെന്ന് നോക്കി സെലക്ട് ചെയ്തിട്ട് മമ്മിക്ക് അത് മേടിച്ചു കൊടുക്കും ഞങ്ങൾ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ. അപ്പം ബാക്കി വിശേഷം നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ. മമ്മി അങ്ങനെ മരത്തിലെ പൂ വെച്ചു, റോസാപ്പൂ വെച്ചു മമ്മി. നാട്ടിലെ പൂ വെച്ചാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ UK വന്ന് ഞങ്ങൾ പൂ വെച്ചുകൊണ്ട് നാട്ടിലെ പൂ വെച്ചേ നമ്മൾ അടിക്കും, UK പൂ വെച്ചേ നമ്മൾ അടിക്കുവോ? അടിക്കത്തില്ല, ആരും അറിയത്തില്ല. നമ്മള് പോവാണ് ഗൈസ്. അപ്പൊ എന്താണ് പറയാനുള്ളത്? പറയാം. പപ്പാനെ വ്ളോഗിൽ കാണുന്നില്ലെന്ന് എല്ലാവർക്കും ഭയങ്കര പരാതി. ഫാമിലി ആയിട്ട് പപ്പാനെ വ്ളോഗിൽ കാണുന്നില്ല എന്ന് പരാതി. ഞാൻ വളരെ ബിസിയാണ്, അതുകൊണ്ട് എന്നെ കാണാൻ പറ്റത്തില്ല. പപ്പനെ കാണാൻ പറ്റത്തില്ലെന്നാണ് അപ്പൊ പപ്പ പറയുന്നത്. ഇപ്പൊ ഒളിവിലാണ് ഗൈസ്, പപ്പ ഒളിവിലാണ്. ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടുണ്ടോ മമ്മീനെ? പപ്പാനെ നോക്കൂ ഗൈസ്, നോക്കൂ, ടിപ്പ് ടോപ്പ് ആയിട്ട് വരുന്നുണ്ട്. UK സ്റ്റൈൽ പിടിച്ച് മമ്മി പപ്പയുണ്ട്. ഇട്ട് റയിച്ചാനും വച്ചുണ്ട്, ഞാനുമുണ്ട്. ഹായ് പറയൂ. നമ്മൾ ആ കടയിലോട്ട് പോകുന്ന ഇടയ്ക്കുള്ളൊരു വഴിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വഴി. അപ്പുറത്ത് ബസ്സുകൾക്ക് പോകാനും കാറുകൾക്ക് പോകാനും ഒരു വഴി, സൈക്ലിങ്ങിന് നടന്നു പോകാനും ഉള്ളൊരു വഴി വേറെ. ഇവിടുത്തെ പൂവുണ്ടോ? ഈ പൂവാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. എന്ത് ഭംഗിയല്ലേ കാണാൻ, അടിപൊളി പൂവാ. അപ്പം അങ്ങനെ കടയിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ റേഞ്ചിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ചെടിയായി ഇരിക്കുന്ന ഫുള്ള് ചെടികളാണ്. വേറെ എവിടെയും ഇങ്ങനെ ചെടിയും സംഭവങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. കണ്ടോ, ഇത് ഫുള്ള് നമ്മുടെ നാട്ടിലെ ജമന്തിപ്പൂ. നമ്മുടെ നാട്ടിലെ ജമന്തി ഇല്ലേ, ഓറഞ്ച് ജമന്തി, മഞ്ഞ ജമന്തി, 2 ടൈപ്പ് ജമന്തികൾ ഇവിടെ ഉണ്ട്. ചെടികൾ കണ്ടോ, ഒരുപാട് ചെടിയുണ്ട്. നാട്ടിലെ ജമന്തിയുടെ ഒരു വെറൈറ്റി വേർഷൻ ഇതുണ്ട്, ഓറഞ്ചും ഇതിൻ്റെയും കൂടി ഒരു മിക്സ്. എനിക്ക് ഈ കടയിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ വന്ന പാടെ ഇതുവഴി പോയപ്പോൾ ഈ കടയിലൊന്ന് കയറാമെന്ന് കരുതി അങ്ങനെ കയറിയതാണ്. ഓരോ ചെടികൾ കണ്ടോ. ഇത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ആക്ച്വലി പ്ലാസ്റ്റിക് ചെടിയാണെന്ന് കേട്ടോ. പക്ഷെ ഇതൊന്നും പ്ലാസ്റ്റിക് അല്ല, ഇതെല്ലാം ഒറിജിനലാണ്. നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും പ്ലാസ്റ്റിക് ആണ്. ഇതാണ്ടേ, ഇത് കണ്ടോ, വയലറ്റ് ചെടികൾ. നമ്മുടെ ഇതെന്തോ, ഇതിലൊരു പേര് കോഴിപ്പൂവോ അങ്ങനെ എന്തോ, വെൽവെറ്റ് റൈറ്റ് ഒരു പൂവുണ്ട്. ഏറ്റവും മണ്ടക്കിലത്തെ പൂവുണ്ടോ, അങ്ങനെ എന്തോ ഒരു പേര് പറയുന്ന പൂവാണിത്. അമ്മ ചെടിയുടെ ഭംഗി ആസ്വദിക്കുന്നു. രണ്ട് കളർ, കുറേ വേർഷൻ ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഒരടിപൊളി ചെടിയാണ്. ഇത് കുഞ്ഞു റോസ് പോലെ ഇരിക്കും, പക്ഷെ ഇത് റോസല്ല.
നമ്മള് ഈ 2 പൂപ്പ വീട്ടിലേക്ക് ജെറിബ്രാടെ ചെറുത് അത് 2 സെറ്റ് നമ്മളിപ്പോൾ വീട്ടിലേക്ക് മേടിച്ചായിരുന്നു. നമ്മുടെ വീട്ടിൽ ആ ചെടിയുണ്ട്. കണ്ടോ നമ്മൾ എന്തൊക്കെ വെറൈറ്റി ഫ്ലവേഴ്സാണെന്നറിയാം ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ പൂക്കളൊന്നും നമുക്ക് കാണാനേ പറ്റൂല. ഇവിടെ അതിനു വേണ്ടി പൂക്കളുണ്ട്. അതുണ്ടോ കുഞ്ഞിപ്പൂ, കുഞ്ഞി പൂക്കൾ നമ്മൾ. ഇത് കൊള്ളാല്ലേ? കണ്ടില്ല? നമ്മുടെ വീട്ടിൽ ഈ പൂ ഉണ്ടോ? ആ ഈ പൂ ഉണ്ടല്ലേ നമ്മുടെ വീട്ടിൽ? ഇനി അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഫുള്ള് ഇലച്ചെടികൾ. ഇത് കണ്ട കുഞ്ഞ് പൈനാപ്പിൾ, കുഞ്ഞ് പൈനാപ്പിൾ ചെടി. അതിനകത്ത് കുറെ വിത്തൊക്കെ. മമ്മി ഇത് നോക്കിയേ അമ്മി, നാട്ടിലുണ്ട്. ഇത് നോക്കിയേ പൈനാപ്പിൾ ചെടി ഉണ്ടോ? കുഞ്ഞ് പൈനാപ്പിൾ ചെടി. ഇത് കാക്ടസ് ആണോ? കാക്ടസിൻ്റെ ഒരു അല്ല, ഒരു ഇലച്ചെടി കേട്ടോ. കാക്ടസ് അല്ല, ഇത് മറ്റേ ബാമ്പൂവിൻ്റെ വേറെ ടൈപ്പാന്ന് തോന്നുന്നു. ഇത് നമ്മുടെ നാട്ടിലുണ്ട്. ഈ ചെടി നമ്മുടെ നാട്ടിലുണ്ട്. ഇത് വാഴയുടെ ചെറുതാണോ? വാഴയുടെ ചെറുതാണെന്ന് തോന്നുന്നു, അറിയില്ല. ഇതിനകത്തോട്ട് കയറാം. കണ്ടോ, ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. കണ്ടോ എന്തൊക്കെ സാധനങ്ങളാണെന്ന് കണ്ടോ. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല. എനിക്ക് ഈ കടയിൽ കയറിയ എല്ലാ സാധനവും മേടിക്കാൻ തോന്നും. കാരണം അത്രയ്ക്ക് നല്ല രസമാണ് കാണാൻ. ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ ഭയങ്കര പാടാണ്. എങ്കിലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. കണ്ടോ ഓരോ പോട്ടൊക്കെ നോക്ക്. ഓരോ പോട്ടുണ്ടോ? ഇതുണ്ടോ ഗ്ലാസ്? ഇതുണ്ടോ ക്യാൻഡിൽ സ്റ്റാൻഡാണിത്. നോക്ക്, ആ ക്യാൻഡിൽ സ്റ്റാൻഡിൻ്റെ ഓരോ ഭംഗി നോക്ക്. വാവ്, ഇത് ക്യാൻഡിൽസിനകത്തൊക്കെ ഇടുന്ന ഡെക്കറേറ്റ് ചെയ്യുന്ന ഓരോ സംഭവങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേ പ്ലാസ്റ്റിക് ഫ്ലവറും ഇതാണെന്ന് തോന്നുന്നു. ഈ സാധനം കണ്ട, ഇതൊക്കെ നമ്മുടെ ടേബിളിലൊക്കെ, റൂമിൻ്റെ ടേബിളിലോ അല്ലെങ്കിൽ വർക്കിംഗ് ടേബിളിലോ ഒക്കെ വയ്ക്കാൻ നല്ല ഭംഗിയായിരിക്കും. ഒരു ബുദ്ധയുണ്ട് ഇവിടെ, ബുദ്ധ ഇരിപ്പുണ്ട്. തൊട്ടിപ്പുറത്തൊരു എലിഫൻറ്റും ഉണ്ട്. കണ്ടോ, മങ്കി ഇങ്ങനെ പാത്രമായിട്ടിരിക്കുന്നു. എന്തെങ്കിലും തായോ എന്നും പറഞ്ഞ് മങ്കിക്ക് എന്തെങ്കിലും കൊടുക്കുന്ന രീതിയിൽ മങ്കി ഇരിക്കുന്നു. ഇത് കണ്ടോ, ഇത് ഊരി വരുമോ? അല്ല, ഊരി വരത്തില്ല. ഇത് ഇങ്ങനത്തെ വേണ്ട. അടിപൊളി സാധനങ്ങളാണ്, എല്ലാം അടിപൊളിയാണ്. ഗ്ലോബ്, പറ്റില്ല വീഴുന്ന സംഭവം. നമുക്ക് തിരിച്ചു നോക്കാം. അതിന്നിങ്ങനെ മണ്ണാണോ എന്തോ അതിലധികം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക കേട്ടോ. ആ മുളകിൻ്റെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഗ്ലോബുണ്ട്, ലയൺ ഉണ്ട്. ഇത് മറ്റേ ബെല്ല് ടൈപ്പ് കണ്ടോ, സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? എന്നെ ഇപ്പം കടയിൽ നിന്ന് ഒട്ടിച്ചു വിടും. ഇത് കണ്ടോ, കൊള്ളാം. ഇവിടെ അടുത്ത ഒരു സെക്ഷൻ നമ്മൾ റീത്ത്, ഡോറിൻ്റെ ഫ്രണ്ടിലൊക്കെ. ഇവിടെ മിക്കുള്ള എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനത്തെ റീത്തുണ്ട് കേട്ടോ. ക്ലോക്ക്, ഒരുപാട് ക്ലോക്ക് ഉണ്ട്. അടുത്ത് ഫ്ലവേഴ്സിൻ്റെ ഒരു മഹാമേളയുണ്ട്. ഞാനിങ്ങനെ കാണിച്ചു തരാം. ഓരോന്ന് പോയി ഈ റോസ് നോക്കി. ഈ റോസിനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നാച്ചുറൽ ആണെന്നുണ്ടോ. പക്ഷെ റോസ് നാച്ചുറൽ അല്ല, ഒറിജിനൽ. സോറി, പക്ഷെ അത് ഒറിജിനൽ അല്ല. ഇതുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ സൂര്യകാന്തിയുടെ അത് കുറയുണ്ട്. ബുഷ് ഓറഞ്ച് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം. ഇതെന്തോ മുട്ട ഡിഫറെൻറ്റ് കളേഴ്സിലെ മുട്ടയൊന്നും അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ എന്തോ ഒരു സംഗതി. ക്ലോക്ക് ഉണ്ടോ? ക്ലോക്കിൻ്റെ ഒക്കെ വലിപ്പം നോക്കിയേ. ഇതൊക്കെ ഒരു പ്ലെയിൻ വോളിൽ, ഒരു വൈറ്റ് പ്ലെയിൻ വോളിൽ ഇതെടുത്ത്
ഈ ക്ലോക്ക് എടുത്ത് വെക്കണം, നല്ല ഭംഗിയായിരിക്കും അല്ലേ. ഒരു ഡോഗ്, ഗ്ലിറ്റർ ഡോഗ്. പിന്നെ ഈ ഒരു റോ ഫുള്ള് ക്യാൻഡിലാട്ടോ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻഡിൽസ്. ഇവിടുത്തെ ക്യാൻഡിലിനൊക്കെ എന്നാ മണമെന്നറിയാവോ, നല്ല മണമാണ്. ഞാൻ ക്യാൻഡിലെ റൂമിൽ കത്തിക്കാറുണ്ട്, നല്ല മണമാണ് ക്യാൻഡിലെല്ലാം. ഇച്ചാൻ എവിടെ പോയാലും ലൈറ്റ് ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഇച്ചാൻ ഒരു ലൈറ്റിൻ്റെ സംഭവം കണ്ടുപിടിച്ച് അങ്ങോട്ട് പോയേക്കുക. ഇത് നോക്ക്, ഡൈനോസർ, യൂണിക്കോൺ. ഇതെല്ലാം ലൈറ്റിൻ്റെ സെക്ഷൻ ആട്ടോ. അതാ ഹാങ്ങിങ് ലൈറ്റ്സ് കണ്ടോ, ഒരുപാട് ലൈറ്റ്സ് ഉണ്ട്. എല്ലാം ഇങ്ങനെ വീഡിയോയിലെല്ലാം ബ്ലർ അടിച്ചത് നോക്കി, അതിൻ്റെ നീളം നോക്കി എത്രയുണ്ടത്. നമുക്കൊരു വീടൊക്കെ വെക്കുന്ന സമയത്ത് ഇതൊക്കെ മേടിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ ലൈറ്റ്സാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഞാനിവിടെ വന്ന് എപ്പോഴും ഈ ലൈറ്റ്സിൻ്റെ സെക്ഷനിൽ വരും, എന്നിട്ട് നോക്കും പുതിയ എന്തെങ്കിലും കളക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കും. ലൈറ്റൊക്കെ അത്രയ്ക്ക് ഭംഗിയാണ്. ആ ലൈറ്റൊക്കെ നോക്ക്. മമ്മിക്ക് ആ ലൈറ്റ് ഇഷ്ടപ്പെട്ടു. മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ മമ്മി ആ ലൈറ്റ്? ബട്ടർഫ്ലൈ ലൈറ്റ്. ഞങ്ങൾ വന്നപ്പോൾ ഇച്ചാൻ ഈ ലൈറ്റ് മേടിക്കാന്ന് പറഞ്ഞതാ റൂമിൽ വെക്കാൻ വേണ്ടി. മമ്മിക്ക് ഈ കട ഇഷ്ടപ്പെട്ടോ? ആ അതാണല്ലേ, ഈ ഒരു സാധനം ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയാട്ടോ ഇന്ന്. ഓ ഇല്ല, പക്ഷെ ഇത് കണക്കല്ലേ ഇത്, അതിരിക്കുന്ന. ഇവിടെ ഫുള്ള് ബുക്സും പെയിന്റിങ്സും വാട്ടർ കളറും. അത് അങ്ങറ്റത്തങ്ങണ്ട ബ്രഷും പെയിന്റും സംഭവങ്ങളൊക്കെ കേട്ടോ. നമുക്ക് പുറത്തോട്ട് പോയാലോ? ഇനി ഒരു പുറത്തൊരു സൂപ്പർ സ്ഥലമുണ്ട്. നടന്നോ നടന്നോ. ഞങ്ങള് ഇതിന്റെ വാ ഇങ്ങോട്ട് നോക്കൂ ഗൈസ് നോക്കൂ. നമ്മളെ ഗേറ്റ് തുറന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. ഇത് കണ്ടോ ഗൈസ്, നിങ്ങളിത് കണ്ടോ ഗൈസ്? നിങ്ങൾ പറയൂ ഇത് എങ്ങനെയുണ്ടെന്ന്. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓരോന്നും കാണിച്ചു തരാം. കണ്ടോ വാക്കുട്ടി, ഹാപ്പി ആയോ? വാക്കുട്ടിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ആടെ അടുത്ത് കഴിഞ്ഞോട്ടം വന്നപ്പോൾ ചോദിച്ചത് നമുക്കിത് മേടിച്ചാലോന്ന്. ലൈറ്റ് ഉണ്ട്, എല്ലാത്തിലും ലൈറ്റ് ഉണ്ടോ? ഇത് ഗാർഡനിലൊക്കെ വെക്കാനേ രാത്രി ലൈറ്റ് എത്തും. കണ്ടോ ഇത് കണ്ടോ. ഞങ്ങളൊരു വീട് വെക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇവിടുന്ന് സാധനങ്ങൾ കുറച്ച് ഞങ്ങൾ നാട്ടിലേക്ക് എടുക്കുന്നതായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലും ഇതിനേക്കാളൊക്കെ നല്ല രീതിയിൽ കാണുമായിരിക്കും, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. അതാണ് ഞാനിതുവരെ ഇങ്ങനത്തെ കടകളിലൊന്നും പോവാത്തോണ്ടായിരിക്കാം. ഞാനിതേവരെ കണ്ടിട്ടില്ല ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെയൊക്കെ സെറ്റപ്പ് കടകളുള്ളത്. മമ്മിക്ക് ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് മകന്റെ വക ഒരു ചെടി സർപ്രൈസ് അല്ല, ഒരു ചെടി ഗിഫ്റ്റ്. ഇത് കണ്ട് നടന്ന് തളർന്നു. നമുക്കിവിടെ ഇരിക്കാം കേട്ടോ. ഇരിക്കാൻ അവരൊരു സ്പേസ് വെച്ചിട്ടുണ്ട്, നമുക്കിവിടെ ഇരിക്കാം. പപ്പായും മമ്മിയും വാക്കുട്ടി ഇവിടെ ഇരിക്കുകയാണ്. ചെടി പിന്നെ ചെടി ഇവിടെ വെച്ചാരാ? ഇരിക്കുന്നില്ല അമ്മ, ഞാനൊന്ന് എടുക്കട്ടെ. കണ്ട ചെടി കണ്ടോ, നല്ല ഭംഗിയല്ലേ. ഇച്ചാനോടെ പോയി നമ്മുടെ വീട്ടിലെ ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ഒരവളിനെ നോക്ക്, അവളല്ലല്ലോ ഇത്. അതേവരെ ഈ ആംഗിളിൽ
എങ്ങനെയുണ്ടെന്ന് നോക്കാം. മമ്മിയും പപ്പ ഇരിക്കുകയാണ്, വാക്കുട്ടിയുണ്ട് കൂടെ. ഒരു കേക്ക് മേടിച്ച് കേക്ക് കഴിക്കുന്നു. ഇത് കണ്ടോ, വീടിൻ്റെ ഗാർഡനിങ് ഒക്കെ ചെയ്യുമ്പോൾ വെക്കാൻ പറ്റിയ ടൈപ്പ് ഒരു പരുന്ത്. ഒരു ഈഗിൾ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. ഇവിടെ താഴെ ആമയുണ്ട്. ഇതാരാ? ചെറുതൊക്കെ ഉള്ള ആരോ കേട്ടോ, എനിക്ക് മനസ്സിലായില്ല. ഡക്കുണ്ട്. ഇത് ഡ്രാഗൺ ആണോ? ഡ്രാഗൺ എന്താ ഇങ്ങനത്തെ മുഖം? ആ, ഡ്രാഗൺ ആണോന്ന് എനിക്കറിയില്ല. കുറെ ആൾക്കാരുണ്ട്. ഒരു കൊച്ചു നിൽക്കുന്നുണ്ട് കൊടയൊക്കെ ആയിട്ട്. 3 ഫ്രോഗ് ഉണ്ട് ഇവിടെ. ആ 2 പപ്പീസ്, ക്യൂട്ട് പപ്പീസ്, 2 ക്യൂട്ട് പപ്പികളുണ്ട്. വെറൈറ്റി സാധനങ്ങൾ കേട്ടോ. മയിലുണ്ട് ഇവിടെ. ഈ ചെടി ആക്ച്വലി നമ്മൾ പുറത്ത് കണ്ടതല്ലേ, അവരിവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മൾ ഇതിൻ്റെ വീഡിയോ എടുത്തായിരുന്നല്ലോ. ആ പൂവാ കേട്ടോ അത്. ഇത് നോക്കിയേ, കിളി 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 കിളി. പിന്നെ ഇവിടെയും കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ടൈഗറുണ്ട്, റാബിറ്റ് ഉണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അച്ഛൻ എപ്പോഴും വീഡിയോയിൽ വരുമ്പോഴത്തേക്ക് എന്താണ് ഈ കോക്രി മാക്രി കാണിക്കുന്നത്? ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. കണ്ടോ, വളരെ മമ്മി അതാണ് ഞങ്ങൾക്ക് വന്നത് അമ്മി പറ്റിയത്. ഞങ്ങൾ വന്ന് നോക്കി, ഞങ്ങൾ തിരിച്ചു പോയി. ഇന്നിപ്പോ ആസ്റ്റേ കയറിപ്പിച്ചാൽ എന്നോട് പറഞ്ഞ ഒരു പൂ എടുക്കാൻ. ഞാൻ പറഞ്ഞു ഇല്ലിച്ചായ നമ്മളെ റേഞ്ചിൽ പോവല്ലേ, നമുക്ക് അവിടെ എന്തെങ്കിലും നല്ലത് എന്തെങ്കിലും കണ്ടാലോ അന്ന് എടുക്കാതെ. എന്താ നമ്മള് വഴിയിൽ കണ്ട പൂവെല്ലാം വിൽക്കാൻ വെച്ചേക്കുന്നുണ്ടോ? ഇരിക്കുന്നത് വഴിയിൽ വെച്ചോ. ഇതുകൊണ്ടേ നമ്മള് വഴിയിൽ പിച്ച് വീട്ടിൽ കൊണ്ട് വയ്ക്ക, അത്രേ ഉള്ളു. പോട്ട് കൊള്ളാം. ഇതിന്റെ പോട്ട് കേട്ടോ, വെള്ളം ഒഴിക്കാൻ പറ്റിയ പോട്ട്. മുകളിലും ഉണ്ട് ചെടി, അതും കൊള്ളാം. ഇത് റെഡ് കൊള്ളാം. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. എല്ലാം നല്ല കളർഫുൾ ആണ് കേട്ടോ ഇവിടുത്തെ ചെടിയെല്ലാം. ആ, റോസിൻ്റെ സെക്ഷൻ ഇതാ ഞാൻ നോക്കി വന്നത്. റോസിൻ്റെ സെക്ഷൻ, കുഞ്ഞു 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 റോസ് കണ്ടോ. അത് ഒരു കൊലയിൽ തന്നെ ഒരു 10-15 റോസ് കാണും. ഈ വൈറ്റ് റോസ് കണ്ടോ ഇതിനകത്തൊക്കെ. ഇത് ഇത്ര ഒരു കൊലയാണ്. ഇത് ഇത്ര ഒരു കൊല. ഈ കൊലയ്ക്കകത്തൊരു ഒത്തിരി റോസ് ഉണ്ട്. റോസ് മമ്മി, റോസ് ഉണ്ടോ മമ്മി? മമ്മിക്ക് ചെടി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് മമ്മി ഇപ്പം ചെടി എല്ലാം കൂടി കണ്ടപ്പോഴത്തേക്ക് മമ്മിക്ക് ഏത് ചെടി എടുക്കണമെന്ന് അറിയാത്തതുകൊണ്ട് മമ്മി വണ്ടറടിച്ച് നിൽക്കുക. ഈ റോസൊക്കെ പിങ്ക് കളർ. പിങ്ക് കളർ. ഓരോ ചെടീനെ നോക്കി കമന്റ് അടിക്കുക കേട്ടോ. ഓരോ ചെടികളെ നോക്കി കമന്റ് പറയുക. അതൊരു അങ്കിളുടെ മുഖം ഉണ്ടോ? അത് പകുതി ഒടിഞ്ഞു പോയ ഒരു അങ്കിളുടെ മുഖമാ. വാക്കുട്ടി എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വാക്കുട്ടിക്ക് ഹായ് പറയാൻ പറഞ്ഞു. ഒരു ഹായ് പറ. ഹായ് വാക്കുട്ടി. ഇത് ലയൺ നോക്ക്, ഇതാ ലയൺ ആണോ? ഓക്കെ ഓക്കെ, സോറി. അത് ഫ്രോഗ് ആകുമ്പോ ഫ്രോഗ്. ഒരു ചേട്ടനെ കണ്ടോ? അതൊരു ചേട്ടൻ കണ്ടോ, അമ്പർലൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ചേട്ടൻ. അതുകൊണ്ട് ആ ചേട്ടന്റെ കയ്യിൽ അമ്പർല ഉണ്ട്. താണ്ടേ അമ്പർലയിലാ നിൽക്കുന്നുണ്ട്. അമ്പർലയും പിടിച്ചോണ്ടിരിക്കുവോ ചേട്ടൻ? കെനു അല്ലത്. റോസ് സോറി ഇവിടെ ഇല്ല. എന്തോ മോനാ ഒന്ന് പറഞ്ഞോളൂ വാസിക്ക്. എല്ലാം ചോദിക്കും ആരാന്ന്. ഇത് നല്ല കളർഫുൾ. യെല്ലോ നല്ല കൊള്ളാം, നല്ല ഭംഗിയുണ്ട്.
പപ്പ പോകാൻ വേണ്ടി റെഡിയായിട്ട് വണ്ടിയൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ റേഞ്ചിൽ നിന്ന് ഇറങ്ങി നമ്മൾ കറീസിലെത്തി കേട്ടോ. മമ്മിക്ക് ഇപ്പോഴും അറിയത്തില്ല നമ്മൾ ഫോൺ മേടിക്കാനാണ് വന്നതെന്ന് മമ്മിക്ക് അറിയത്തില്ല. മമ്മിയും പപ്പയും ഇച്ചാരും കൂടി പോകുന്നുണ്ട് ഫ്രണ്ടിൽ. കടയിൽ കയറാൻ പോവാ. കയറിയിട്ട് മമ്മിയുടെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. മമ്മിയും പപ്പയും കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോവാ. ഫ്രണ്ടിൽ ഇച്ചാനും ഉണ്ട്. ഇതൊന്ന് കറീസി വന്നു. എനിക്ക് ഫോൺ മേടിക്കാനാണെന്ന് മമ്മിക്ക് ഇപ്പോഴും അറിയില്ല. ഞങ്ങൾ ഈ പവർ ബാങ്ക് ആട്ടോ മേടിച്ചത്. ഞാനിപ്പോൾ ഒരു ബാക്കിലൊരു പവർ ബാങ്ക് കാണിച്ചു തന്നില്ല. ഇതാട്ടോ നമ്മൾ ഫോൺ എടുക്കാൻ കയറിയപ്പോൾ ഇതിങ്ങനെ തന്നെ അങ്ങനെ അങ്ങ് വെച്ചോ. ഒരു സംഭവം കണ്ടു കേട്ടോ. ഇതെന്താ വെച്ചാൽ റൈബാൻ്റെ മെറ്റാ ഗ്ലാസ്. ഈ കണ്ണട വെച്ചാൽ നമ്മൾ പാട്ട് കേൾക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഫോട്ടോ എടുക്കാൻ പറ്റും, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇതിനകത്തോ? ഓ സീരിയസ്ലി ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഏറി കയറാൻ പോവാണ്. ചിലപ്പോൾ ഏറി കയറാൻ പോകും. നമുക്ക് കാണാം. മമ്മിക്കൊരു ഫോൺ, നമ്മൾ സാംസങ്ങിൻ്റെ ഒരു ഫോൺ നമ്മൾ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. അവരുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അവർ എടുക്കാൻ പോയേക്കുവാണ്. ആ സമയത്ത് നമ്മളിവിടെയുള്ള കുറച്ച് സ്റ്റാർട്ട് ചെയ്യും. അതിലൊരു ബട്ടൺ ഉണ്ട്, വെച്ച് നോക്കിച്ച. എല്ലാം നമ്മൾ വെച്ച് നോക്കുന്നതാണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അവര് പുറത്തിരിക്കുന്നു. നമ്മുടെ മമ്മിയുടെ ഫോണാണ് ഈ പോകുന്നത്. നമ്മള് ഫോൺ മേടിച്ചു. Yeah, we don't have it, I'm afraid. Yeah, we only have like selfie sticks for like Instax cameras, like the small cameras, but for like an actual phone. Yeah. Yeah. ബില്ലടിക്കാൻ പോട്ടോ. ഇനി നമുക്ക് മമ്മിക്ക് കൊടുക്കുന്ന സമയത്ത് കാണാം. ഞങ്ങളങ്ങനെ മമ്മിക്ക് വേണ്ടി ഫോൺ മേടിച്ചു, മൊബൈൽ മേടിച്ചു. അവരെ ഊബറിൽ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വിട്ട് അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഹാപ്പി ആയിച്ചാൻ. മമ്മിയുടെ ബർത്ത്ഡേ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്നും, നല്ല സെലിബ്രേറ്റ് ചെയ്തതിനേക്കാളും നല്ല ഇന്ന് മമ്മീനെ നല്ല ഹാപ്പി ആയിട്ട് ഇരുത്തണം എന്നാണ് എൻ്റെ ചാൻ്റെ ആഗ്രഹം. അതുകൊണ്ട് മമ്മി പപ്പയും നല്ല ഹാപ്പി മൂഡിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. മൊബൈൽ ഞങ്ങൾ മേടിച്ചു, കയ്യിരിപ്പുണ്ട്. സാംസങ് നമ്മളെടുത്തു. നമുക്കിനി വീട്ടിൽ പോയി ഇത് പാക്ക് ചെയ്യണം. നന്നായിട്ട് ഗിഫ്റ്റ് പേപ്പറൊക്കെ ഇട്ട് പാക്ക് ചെയ്ത് ഞങ്ങൾ മമ്മിക്ക് വേണ്ടി ഒരു ബാഗും കൂടി മേടിച്ചു കേട്ടോ. രാവിലെ ഞാൻ ഇച്ചാനെ രാവിലെ പോയായിരുന്നു, വിളിക്കാൻ പോയായിരുന്നു. ഇച്ചാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ പോയി. അങ്ങനെ ഞങ്ങൾ TK Maxxിൽ പോയി നമുക്കൊരു ബാഗ് മേടിച്ചു. ബാഗും ഫോണും കൂടി ബാഗിനകത്ത് ഫോൺ ഇട്ട് കൊടുക്കണം എന്നാണ് ആഗ്രഹം. കാര്യം മമ്മി അത് അറിയില്ലല്ലോ. ബാഗ് തുറന്ന് നോക്കുമ്പോഴേ മമ്മി ഫോൺ കാണാവൂ. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അങ്ങനെ കൊടുക്കണം എന്നാണ് ആഗ്രഹം. കുട്ടീനെ കൊണ്ട് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിലോട്ട് പോയിട്ട് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ചെന്ന ഉടനെ ഞങ്ങൾ കൊടുക്കുന്നില്ല. ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ കൊടുക്കാം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീടെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നല്ല രസമുണ്ട് കേട്ടോ. നല്ല സ്റ്റൈൽ കൊള്ളാം. അവർ പുല്ലുപോലെ നടന്നു പോകുന്നു. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓടിക്കോ. ഞങ്ങൾ ഓടുവാണ് ഗൈസ്. വണ്ടി വന്ന് ഇടിച്ചിട്ടാൽ പറഞ്ഞല്ല, വെറുതെ പറഞ്ഞാണ്. അമ്മച്ചിയോട്ട് അവര് പോലോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓടിക്കോ. അടുത്ത ക്രോസ്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യണം. കാര്യം ഇനി നമ്മൾ ഇതാണൊക്കെ ചാടിയാൽ ഇച്ചാൻ എപ്പോഴുള്ള സ്വഭാവമാണ് പകുതിക്ക് എത്തുമ്പോൾ എന്നെ ഇട്ടിട്ട് ഓടിക്കളയും. ഇച്ചാൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് കണ്ട ആ മനുഷ്യൻ പോകുന്നത്. ക്രോസ് ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യൻ പകുതിക്കിട്ടിട്ട് പോകും. അതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രത്യേകത, സവിശേഷതകൾ. നമ്മൾ ചോദിക്കത്തില്ലേ ഹസ്ബൻഡിൻ്റെ സവിശേഷതകൾ പറയുമെന്ന് പറഞ്ഞാൽ സത്യം കേട്ടോ. ഞങ്ങൾ എവിടെ കയറി? അവനിപ്പോൾ ആ കടയിൽ കയറി, കറീസ് കയറി. ആ കറീസിലുണ്ടായിരുന്നു.
റേഞ്ചിലുണ്ടായിരുന്നു. ഞങ്ങൾ വെറുതെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. ഞാൻ കാണിച്ചു തരാം അവരെ. അഥവാ ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയാൽ അവരാണ് ഞങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മളെ തട്ടിക്കൊണ്ടുപോയാലും ഒരു എവിഡൻസ് വയ്ക്കണമല്ലോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ നമ്മുടെ മമ്മിയുടെ ബർത്ത്ഡേ ചെറുതായിട്ട് ആഘോഷിക്കുകയാണ്. ഒരു ചെറിയൊരു കേക്ക് മേടിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, റെഡിയായോ എല്ലാവരും? Happy birthday to you. Happy birthday to you. Happy birthday, dear mommy. Happy birthday to you. Hey. കുഞ്ഞാള് കടിച്ചോളൂ. തിരിച്ചു കൊടുക്കപ്പാ. ചേട്ടാ ചെല്ലേട്ടാ. ചേട്ടൻ കേക്ക് കൊടുക്കുകയാണ്. ചേട്ടത്തില്ല കേക്കല്ലേ. ചേട്ടല്ലേ? Happy Christmas. Happy birthday. പറഞ്ഞോ. മമ്മിക്ക് എത്ര ഗിഫ്റ്റാ നോക്ക്. മോങ്കുട്ടന്റെ വക ഗിഫ്റ്റ് കൊടുത്തു, സിയാടെ വക ഗിഫ്റ്റ് കൊടുത്തു, ചേട്ടന്റെ ചേട്ടത്തിയുടെ വക ഗിഫ്റ്റ്, ചേട്ടനും ചേട്ടത്തിയുടെ ചേട്ടത്തിന്റെ വക ഗിഫ്റ്റ് കണ്ടോളൂ. പണ്ടോരയാണ്, പണ്ടോര. സിയ സസ്പെൻസ് ഒക്കെ നേരത്തെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. മമ്മിക്ക് ഒരു റിങ് കിട്ടിയിട്ടുണ്ട്, ബർത്ത്ഡേ ഗിഫ്റ്റ്. ഡയമണ്ട് റിങ് കിട്ടിയിട്ടുണ്ട് മമ്മിക്ക്. ഇല്ല, മമ്മി കാണിക്കൂ. കണ്ടോ മമ്മി? ഹാപ്പി ആയോ മമ്മി? ഡാഡാടേയും വാക്കുട്ടിയുടെയും വക മമ്മിക്ക് ഗിഫ്റ്റ്. ഞാനുണ്ട്. നോക്കമ്മി തിരിക്കുന്ന എന്തിനാ? മമ്മിക്ക് ഞങ്ങളൊരു ബാഗ് മേടിച്ചു കൊടുത്തിരിക്കുകയാണ്. ബാഗ് തുറന്നു നോക്കമ്മി. ഗാർഡ് കൊടുത്തില്ല. ഇവിടെ യുകെയിൽ എല്ലാരും ബർത്ത്ഡേ കാർഡാണ്, മസ്റ്റ് ആണ്. ഞങ്ങൾ മറന്നു പോയിരുന്നു, സോറി. ഞങ്ങൾ മറന്നു പോയിരുന്നു. കാർഡ് ഓപ്പൺ ചെയ്ത് നോക്കമ്മി. ഞങ്ങളെ വക മമ്മിക്ക്. മമ്മി ഇത് സൂക്ഷിച്ച് വെക്കണേ. തിരിച്ച് ഞങ്ങള് എഴുതിയിട്ടൊക്കെ ഉണ്ട്. മമ്മിക്ക് വിശ്വസൊക്കെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. ബാഗിനകത്ത് സ്പേസ് ഉണ്ടോ നോക്കുന്നത്? ബാഗിനകത്ത് വീണ്ടും ഒരു ഗിഫ്റ്റ് അത് പോണതല്ല. സോപ്പ് കൊടുക്കാൻ വിചാരിച്ചതാണ് മമ്മിക്ക്. നമ്മുടെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു പുതിയൊരു ഫോൺ മേടിക്കണം എന്നുള്ളത്. ആ ആഗ്രഹം സഫലമാക്കിയിരിക്കുന്നു. നമ്മുടെ ബർത്ത്ഡേക്ക് ഞങ്ങള് ഒരു പുതിയ ഫോൺ
ഐഫോണിലുള്ള ബഡ്ജറ്റ് ഇല്ലാത്ത ഒന്നും പറയണ്ട. തുറക്കണം മമ്മി. ഞങ്ങൾ ഓപ്പൺ ചെയ്തോ നോക്കിയില്ല. മമ്മി എന്നെ ഓപ്പൺ ചെയ്തോ. ഈ സാധനം തുറക്കണം. ആ, ഈ സ്റ്റിക്കർ ഈ സ്റ്റിക്കർ വെക്കണം. എത്ര വേണം? ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യണം. എനിക്ക് നല്ലോണം കുഴപ്പമില്ല. Yes, open ആയി. നൈസ് ആട്ടോ. ലൈറ്റ് വെയിറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? നൈസ് നൈസ് നൈസ്. നമ്മൾ കവർ മേടിച്ചില്ല. കവർ മേടിക്കണതിന്റെ അളവ് അറിയണ്ടല്ലോ. New phone. ഇതിവിടെ ഞെക്കിക്കണം. ബട്ടൺ ഉണ്ട്, അത് ഞെക്കി പിടിച്ചോ. എന്താണ്? തിരിച്ചു കാണിച്ചു തുടങ്ങി. മമ്മി അങ്ങനെ സാംസങ് ഗാലക്സി കുടുംബത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. മമ്മി എങ്ങനെയുണ്ട്? ഹാപ്പി ആയോ? ഹാപ്പി ആയോ? ഹാപ്പി. അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. യെസ്. ചേട്ടാ ഫുഡിലോട്ട് തമിഴ്നാട് കൂടെ എടുത്തായിരുന്നെങ്കിൽ അത് ചേട്ടാ കട്ട് ചെയ്യണ്ട. നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ 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 പറ. ബൈ ബൈ. അത് നോക്ക് കേട്ടാ. ബൈ ബൈ.